ഇന്ന് നമുക്ക് വിനീത് ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ഒരു ജാതി ജാതകം എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ 38 വയസ്സാകാറായിട്ടും ഇതുവരെയും വിവാഹം നടക്കാത്ത നായകൻ 8 വർഷമായി പെണ്ണ് കാണാൻ നടക്കുന്നു. ഒരു വിവാഹം പോലും നടക്കുന്നില്ല. ഒടുവിലവൻ ഗേ ആണോ എന്ന സംശയം വരെ ഉണ്ടാകുന്നു. പിന്നീട് എന്തായെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നായകനായ ജയേഷിന്റെ വിവാഹമാണ്. വിവാഹ ചടങ്ങുകളൊക്കെ നല്ല രീതിയിൽ നടക്കവേ അവിടേക്കൊരാൾ വിസിലടിച്ച് കയറി വരും. ആ വരുന്നവനാണെങ്കിൽ കല്യാണം മുടക്കുവാനായി എത്തിയിരിക്കുകയാണ്. അങ്ങനെ കല്യാണവും മുടങ്ങി. പക്ഷേ അത് ജയേഷിന്റെ സ്വപ്നമായിരുന്നു. സ്വപ്നത്തിൽ നിന്നും ജയേഷ് ഞെട്ടിയുണരും. സ്വപ്നത്തിൽ പോലും ജയേഷിന് നല്ല പേടിയാണ്. കല്യാണം മുടങ്ങി പോകുമോ എന്നൊക്കെയുള്ള ടെൻഷനാണ്. കാരണം 37 വയസ്സായിട്ടും ജയേഷിന് ഇതുവരെ വിവാഹമൊന്നും സെറ്റായിട്ടേ ഇല്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് വിവാഹം കഴിക്കുവാനായി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. മാട്രിമോണിയൽ സൈറ്റുകളിലൊക്കെ മെമ്പർഷിപ്പും എടുത്തിട്ടുണ്ട്. പ്രീമിയം മെമ്പർ ആയതിനാൽ എന്നുമെന്നും ഓരോ പ്രൊഫൈലുകളും അവർ അയച്ചു കൊടുക്കും. അതെല്ലാം ജയേഷ് നോക്കുന്നുമുണ്ട്. ആ നാട്ടിലെ തന്നെ പേര് കേട്ട മാമ്പ്രം കുടുംബത്തിലെ അംഗമാണ് ഈ ജയേഷ്. ജയേഷിന്റെ അച്ഛന് 69 വയസ്സുണ്ട്. ആ കുടുംബത്തിലെ പുരുഷന്മാരാരും 70 വയസ്സ് താണ്ടിയിട്ടില്ല എന്നതാണ് സത്യം. അതെല്ലാവർക്കും അറിയാം. എന്നാൽ ജയേഷിന്റെ ജാതകപ്രകാരം 38 വയസ്സിനകം ജയേഷിന് കല്യാണം നടക്കണം. അഥവാ കല്യാണം നടന്നില്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ ഉടനെ തന്നെ മരണപ്പെടുമെന്നാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ടെൻഷനുമുണ്ട്. അച്ഛൻ മരിക്കുന്നത് മാത്രമല്ല, 38 വയസ്സിൽ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ജയേഷിന് വിവാഹയോഗമേ ഇല്ല. അത് തന്നെയാണ് സത്യവും. തലശ്ശേരിയിലായിരുന്ന ജയേഷ് ഇപ്പോൾ ചെന്നൈയിലാണുള്ളത്. ചെന്നൈയിലെ ഒരു കമ്പനിയിലെ മാഗസിൻ റൈറ്ററാണ് ഈ ജയേഷ്. മാത്രമല്ല ജയേഷ് മാട്രിമോണിയൽ സൈറ്റിലെ പ്രീമിയം മെമ്പർ ആയതിനാൽ ഡെയിലി അവർ ഓരോ പ്രൊഫൈലുകളും അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? ജയേഷ് ആ പ്രൊഫൈലെല്ലാം ജയേഷിന്റെ അമ്മയ്ക്കും ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ജിതേഷിനും അയച്ചു കൊടുക്കും. ജിതേഷിന് അയച്ചു കൊടുക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. എന്തെന്നാൽ ഈ ജിതേഷ് ഒരു പോലീസ് ഓഫീസറാണ്. പെൺകുട്ടിയുടെ പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തെ പറ്റിയും ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയൊക്കെ നന്നായിട്ട് അന്വേഷിക്കുവാനായിട്ട് ജിതേഷിന് കഴിയും. അങ്ങനെ നല്ല കുടുംബത്തിലെ കുട്ടിയാണോ എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഈ ജയേഷ് വിവാഹം കഴിക്കൂ. അങ്ങനെ കുറെ ഡിമാൻഡുകളും ജയേഷിനുണ്ട്. തനിക്ക് കല്യാണം നടക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ എല്ലാം ജയേഷ് ആണെങ്കിൽ മാട്രിമോണിയിൽ വിളിച്ചിട്ട് തന്റെ പേഴ്സണൽ മാരേജ് അസിസ്റ്റന്റായ ബേബിയുടെ മേലങ്ങ് തീർക്കും. ബേബിയെ ഒരുപാട് വഴക്ക് പറയുന്നുമുണ്ട്. ബേബി ആണെങ്കിൽ ഒരുവിധം ജയേഷിനെ സമാധാനിപ്പിക്കും. അതേസമയം ഓഫീസിൽ ജോലി ചെയ്യിക്കായിരുന്ന സുചിത്രയാണെങ്കിൽ ജയേഷിനടുത്തെത്തിയിട്ട് ധാത്രിക്കുട്ടിക്ക് ജയേഷിനോടൊന്ന് സംസാരിക്കണമെന്ന കാര്യം ജയേഷിനോട് പറയുന്നു. ഈ ധാത്രിക്കുട്ടി ആരെന്നാൽ ഒരു നോവൽ എഴുതിയ ആളാണ്. ജയേഷ് ഒരു നോവലിനെ ക്രിട്ടിസൈസ് ചെയ്തു. അതൊരു ക്രിട്ടിസിസം മാത്രമല്ല, വലിച്ചു കീറി ഒട്ടിച്ചു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ധാത്രിക്കുട്ടിക്ക് സംസാരിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ധാത്രിക്കുട്ടി ആഗ്രഹിക്കുന്നത് ഒരു തരത്തിലൊരു മാപ്പ് പറച്ചിലാണ്. ജയേഷ് അതിന് തയ്യാറാകത്തില്ല. ഞാനേ മാമ്പ്രം ജയേഷ, ഇനി എന്തെന്ന് പറഞ്ഞാലും മാപ്പ് പറയത്തില്ല. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ കള്ളപ്പേരിലല്ല ഞാൻ ക്രിട്ടിസിസം ഒന്നും എഴുതുന്നത്. എന്റെ സ്വന്തം പേരില. ഞാൻ ഒരിക്കലും മാപ്പ് പറയില്ല എന്ന വാശിയിൽ തന്നെയാണ് ജയേഷും. അതേസമയം തന്നെ അവരുടെ ഓഫീസിലെ ബോസായ ബാബു അവിടേക്ക് വരും. ബാബു ആണെങ്കിൽ ജയേഷിനെ ക്യാബിനിലേക്കും വിളിക്കും. ബാബുവിന്റെ കൈവശമാണെങ്കിൽ പകുതി വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയുണ്ട്. അത് ജയേഷിനെ കാണിക്കുന്ന സമയത്ത് ജയേഷ് ഇത് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ബാബു പറയുന്നത് അടുത്ത നമ്മുടെ മാഗസീനിലെ കവർ ഫോട്ടോയാണ് ഇതെന്ന് പറയുന്നു. എന്നാൽ ജയേഷ് ആണെങ്കിൽ ശക്തമായി അതിനെ എതിർക്കും. അവരുടെ മാഗസീനൊക്കെ എഴുത്തിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെയാണല്ലോ, അതിൽ ഇങ്ങനെയുള്ള ഫോട്ടോ ഒന്നും ആഡ് ചെയ്യാനായി പറ്റില്ല എന്ന് ജയേഷ് പറയുമ്പോൾ നീ വെറും ഫേസ്ബുക്ക് അമ്മാവന്മാരെ പോലെ പറയാതെ എന്നൊക്കെയാണ് ബാബു പറയുന്നതും. കൂടാതെ അടുത്തു നിന്ന സ്റ്റാഫുമാണെങ്കിൽ നമ്മളെന്താ ഫയർ ആണോ സാറേ ഇറക്കുന്നത് എന്നും ചോദിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം കേട്ടിട്ട് ബാബുവിന് അത്ര ഇഷ്ടമാകുന്നതേയില്ല. ബാബു ഉടനെ തന്നെ ജയേഷിനോട് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, വീട്ടിൽ പോകുന്നില്ലേ എന്ന് ചോദിക്കും. ആ പോകണം, ശനിയും ഞായറും കഴിഞ്ഞ് പിന്നെ ഈ ജയേഷ് തിരികെ വരൂ എന്നുള്ള കാര്യവും ബാബുവിനറിയാം. അപ്പോൾ ബാബു ആണെങ്കിൽ കൂടെ നിൽക്കുന്ന സ്റ്റാഫിനോട് പറയും, ദേ ഇവനാണെങ്കിൽ വെള്ളിയാഴ്ച വീട്ടിലേക്ക് പോകും, പിന്നെ ശനിയും ഞായറും പെണ്ണ് കാണാൻ പോകും, തിങ്കളാഴ്ച കറക്റ്റ് സമയത്ത് ഇവിടെ ജോയിൻ ചെയ്യും. അത് കേട്ട് ജയേഷ് പറയുന്നത് നല്ല ഒരു ഭാര്യയെ കിട്ടണമെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെടണം സാറേ എന്ന് തന്നെയാണ്. കാരണം ജയേഷ് പെണ്ണ് കാണാൻ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഓഫീസിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ചെറിയൊരു പരിഹാസ കഥാപാത്രമാണ് ഈ ജയേഷ് ഓഫീസിൽ. നാട്ടിൽ പോകുവാനായി ട്രെയിനിൽ ഇരിക്കുകയായിരുന്നു ജയേഷ്. അപ്പോൾ കൂട്ടുകാരനായ ജിതേഷിന്റെ കോൾ വരും. 3 പെൺകുട്ടികളെ കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് ജിതേഷിനോട് പറഞ്ഞിരുന്നു. അങ്ങനെ അവരെ കുറിച്ച് അന്വേഷിച്ചിട്ടാണ് ജിതേഷ് വിളിക്കുന്നതും. നീ പറഞ്ഞ ആദ്യത്തെ പെൺകുട്ടിയില്ലേ, അവളുടെ ചേട്ടനെ പണ്ട് ലഹരി കേസിൽ ഞങ്ങൾ പൊക്കിയിട്ടുണ്ട്. അവന് വീണ്ടും പിടികൂടുവാനായി ഞങ്ങൾ കാത്തിരിക്കുകയാ. പിന്നെ രണ്ടാമത്തെ പെൺകുട്ടി, അവളുടെ അച്ഛനാണെങ്കിൽ നല്ല നായരൊന്നുമല്ല, ഉടായിപ്പ് നായരാണെന്നും പറയുന്നു. പിന്നെ മൂന്നാമത്തെ പെൺകുട്ടി, ആ കുട്ടിയെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് സമയത്തേക്കൊന്ന് മിസ്സായതാ. അവളെ ഞങ്ങളാ കണ്ടെത്തി കൊടുത്തത്.
കുറച്ചു സമയത്തേക്കെന്ന് പറയുമ്പോൾ എത്ര നേരത്തേക്കാണെന്നും ജയേഷ് ചോദിക്കുന്നു. അപ്പോൾ ജിതേഷ് പറയും, കുറച്ചു സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 മണിക്കൂർ. ഈ 2 മണിക്കൂറാണോ നിന്റെ കുറച്ചു സമയമെന്നും ജിതേഷ് ചോദിക്കുന്നു. അങ്ങനെ ആ 3 പെൺകുട്ടികളോടുമുള്ള പ്രതീക്ഷയും അവന് നഷ്ടമായി. കല്യാണം നടക്കുമെന്നുള്ള പ്രതീക്ഷയും നഷ്ടമായി. ഇനി എന്തിനാ താൻ നാട്ടിലേക്ക് പോകുന്നത് എന്ന ചിന്തയാണ് ജയേഷിന്. മാത്രമല്ല, ആ ഒരു ദേഷ്യത്തിലിരിക്കുന്ന ജയേഷ് ആണെങ്കിൽ തന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കപ്പിൾസ് കൊഞ്ചി കുഴയുന്നതെല്ലാം കണ്ട് വല്ലാതെ ദേഷ്യം വന്ന് അവിടെ നിന്ന് മാറി ടോയ്ലറ്റിനടുത്തേക്ക് പോയി നിൽക്കും. അപ്പോൾ അവനടുത്തുണ്ടായിരുന്ന മറ്റൊരാൾ അവനടുത്തേക്ക് ചെന്നിട്ട്, എല്ലാം കണ്ടിട്ട് അറപ്പാകുന്നല്ലേ, എന്തൊക്കെയാ ഈ കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ജയേഷ് പറയുന്നു, സത്യമാ, എനിക്കും അതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരുന്നുവെന്നും ജയേഷ് പറയുന്നു. അതേസമയം തന്നെ ആ പെണ്ണും ചെറുക്കനും ബാത്റൂമിനടുത്തേക്ക് വരും. എന്നിട്ട് ആ പെണ്ണാണെങ്കിൽ ബാത്റൂമിനുള്ളിലേക്ക് പോകുന്ന സമയത്ത് അപ്പോൾ ആ ചെറുക്കൻ പറയുന്നുണ്ട്, വാവച്ചി അകത്തേക്ക് പൊയ്ക്കോ, ഏട്ടായി പുറത്തുണ്ടേ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കുഴയും. ഇതെല്ലാം കേൾക്കുന്ന ജയേഷിനും വല്ലാതെ ദേഷ്യം വന്ന് നിൽക്കുകയാണല്ലോ. അതേസമയം ആ പെൺകുട്ടി അകത്തേക്ക് കയറിയിട്ട്, ഏട്ടായി ഇതിന്റെ കുറ്റിയാണെങ്കിൽ ശരിയാകുന്നില്ല എന്ന് പറയുമ്പോൾ, എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഏട്ടായിയും അകത്തേക്ക് കയറി. പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയണ്ടല്ലോ, ഊഹിക്കാമല്ലോ. അതെല്ലാം കാണുന്ന ജയേഷിനോട് അയാൾ പറയുന്നത്, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ജയേഷും അത് തന്നെ ചിന്തിച്ചു നിൽക്കും. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ അയാളാണെങ്കിൽ ജയേഷിന്റെ ചുണ്ടിൽ ഒരു കിസ്സും കൊടുത്തിട്ട് നേരെ ബാത്റൂമിൽ കയറിയിട്ട്, ഏട്ടായി ഇതിന്റെ കുറ്റിയും ശരിയാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിന്റെ ഡോറും അടയ്ക്കുന്നു. ജയേഷിനാണെങ്കിൽ ആകെ ദേഷ്യം. ജയേഷ് അവിടെ നിന്നുകൊണ്ട് അയാളെ ഒരുപാട് വഴക്ക് പറയും. എന്റെ ഫസ്റ്റ് കിസ് തന്നെ നീ കുളമാക്കിയല്ലോടാ കിളവ എന്നൊക്കെ പറഞ്ഞാണ് അയാളെ വഴക്ക് പറയുന്നതും. എന്നിട്ട് നേരെ തന്റെ സീറ്റിൽ ദേഷ്യത്തിൽ വന്നിരിക്കുകയാണ്. അതേസമയം തന്നെ ജയേഷിനൊരു കോൾ വരും. അത് ആ നാട്ടിലെ ഒരു ബ്രോക്കറിന്റെ കോളായിരുന്നു. കോൾ എടുത്ത ഉടനെ അയാൾ പറയുന്നത്, ജയേഷേ, നീ നാട്ടിൽ വരുമ്പോൾ നമുക്കൊരു പെണ്ണിനെ പോയി കാണണം, നല്ല പെൺകുട്ടിയാ, എന്തായാലും ഇത് നടക്കും എന്നായിരുന്നു ആ ബ്രോക്കർ പറഞ്ഞത്. എന്നാൽ അത് കേട്ട് ജയേഷ് പറയുന്നത്, ചേട്ടാ, പെണ്ണ് കാണാൻ പോകാൻ നിൽക്കുന്ന പയ്യന് കൊടുത്തൂടാത്തൊരു കാര്യമുണ്ട്. എന്താ, സ്ത്രീധനമാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, പ്രതീക്ഷ, ചേട്ടൻ എനിക്ക് ഒരുപാട് പ്രതീക്ഷ തരുന്നുവെന്നും ജയേഷ് പറയുന്നു. എന്നാൽ അത് കേട്ട ബ്രോക്കർ പറയുന്നത്, എന്തായാലും ഇത്തവണ നിന്റെ കല്യാണം ഞാൻ നടത്തും, നിന്റെ കല്യാണം നടത്തിയിട്ടേ ഞാൻ മരിക്കൂ എന്നാണ് ബ്രോക്കർ പറഞ്ഞതും. അങ്ങനെ ജയേഷ് ആണെങ്കിൽ തന്റെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ കാണുന്ന കാഴ്ച, അമ്മയാണെങ്കിൽ വാതിലൊക്കെ പൂട്ടി എങ്ങോട്ടോ പോകാൻ ഇറങ്ങുന്നതാണ്. എവിടെ പോകുന്നു എന്ന് തിരക്കുന്ന സമയത്താണ് ആ ഒരു ഇടിമിന്നലേറ്റതുപോലെയുള്ള ഒരു വാർത്ത ജയേഷ് കേട്ടത്. എന്തെന്നാൽ ആ ബ്രോക്കർ മരണപ്പെട്ടുവെന്ന്. ജയേഷിന്റെ കല്യാണം നടത്തിയിട്ട് മരിക്കൂ എന്നല്ലേ ബ്രോക്കർ പറഞ്ഞത്. ദേ ഇപ്പോൾ നേരത്തെ തന്നെ പെട്ടിയും കിടക്കയെടുത്ത് ഇവിടെ നിന്ന് പോയിരിക്കുന്നു. വിവരമറിഞ്ഞ ജയേഷ് ആണെങ്കിൽ മരണത്തിന് പങ്കെടുക്കുവാനായും എത്തി. ജയേഷിന്റെ കല്യാണം നടത്തിയിട്ടേ പോകൂ എന്നൊക്കെ പറഞ്ഞിരുന്നതിനാൽ ആ കാര്യം പറഞ്ഞാണ് ഭാര്യ കരയുന്നതും. മരണത്തിന് വന്നിട്ടും വീണ്ടും അപമാനം തന്നെ ജയേഷിന്. ആ ഒരു ബ്രോക്കറിന്റെ മകനായ പ്രശാന്ത് ജയേഷിനോട് പറയും, അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്റെ വിവാഹം. എല്ലാ കാര്യങ്ങളും അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ അവസാനമായിട്ട് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ കാര്യമില്ലേ, എല്ലാം ഞാൻ സെറ്റാക്കി തരാം. നമുക്ക് എത്രയും വേഗം പെണ്ണ് കാണാനായിട്ട് പോകാം. നിന്റെ ആഗ്രഹം എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ജയേഷ് ആണെങ്കിലോ ഒരു വലിയ ലിസ്റ്റ് തന്നെ നിരത്തും. ജയേഷിന്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ കുറിച്ചുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് പറയുന്നത്. ആ ആഗ്രഹങ്ങളെല്ലാം കേട്ട് പ്രശാന്തിന്റെ വരെ കണ്ണു തള്ളി. ഒരു മരത്തിൽ നിന്നും തന്നെ എല്ലാ ഗുണങ്ങളോടും കൂടിയിട്ടുള്ള ഫ്രൂട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കുമോ? ഇല്ല. അത് തന്നെയാണ് ഈ ജയേഷിന്റെ ആഗ്രഹവും. എന്തായാലും നമുക്ക് പോയി കണ്ടു നോക്കാം. ഇത് സെറ്റാകുമെങ്കിൽ എന്റെ അച്ഛന്റെ 16 അടിയന്തരവും നിന്റെ കല്യാണവും ഞാൻ ഒരുമിച്ച് നടത്തുമെന്നും പ്രശാന്ത് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ എല്ലാവരും കൂടി പെണ്ണ് കാണുവാനായി പോവുകയാണ്. ജയേഷിന്റെ കൂടെ അച്ഛനും അമ്മയും സഹോദരിയും സഹോദരിയുടെ മകളായ നൂനുവും പിന്നെ കൊച്ചച്ഛന്റെ മകനുമുണ്ട്. എല്ലാവരും കൂടി പെണ്ണിന്റെ വീട്ടിലെത്തുന്ന സമയത്ത് ജയേഷിന് ആ പെണ്ണിന്റെ അച്ഛനെ കാണുന്ന സമയത്ത്, അച്ഛാ, ഈ കാറിൽ നിന്നും ആരും ഇറങ്ങണ്ട, ഈ പെണ്ണിനെ കാണാൻ ഞാൻ മുമ്പേ വന്നിട്ടുള്ളതാണെന്നും ജയേഷ് പറയുന്നു. അത് കേട്ട് അച്ഛനാണെങ്കിൽ, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, നമുക്കൊന്ന് കേറിയിട്ട് പോകാമെന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടി അകത്തേക്ക് പോകും. പെൺകുട്ടിയുടെ അച്ഛന് ജയേഷിനെ കണ്ടത് മനസ്സിലായി. നീയല്ലേ മുൻപ് എന്റെ മകളെ പെണ്ണ് കാണുവാനായിട്ട് വന്നത്? അന്ന് നമ്മുടെ പഴയ തറവാടായിരുന്നു, ഇതേ പുതിയ വീടാ. ജാതകം ചേരാത്തത് കൊണ്ടാണ് ആ കല്യാണം നടക്കാതെ പോയത് എന്നുള്ള കാര്യം ജയേഷ് അവരോട് പറഞ്ഞു. എന്നാൽ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നത്, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ കഴിച്ചിട്ട് പോകാമെന്നും പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നു. എല്ലാവരും അങ്ങനെ ഫുഡ് കഴിക്കുവാനായും ഇരിക്കുന്നു. എന്നാൽ അവിടെ വെച്ച് മറ്റൊരു കാര്യം സംഭവിക്കും. എന്തെന്നാൽ ജയേഷിന്റെ സഹോദരിയുടെ മകളായ ന്യൂനുവും പെൺകുട്ടിയുടെ സഹോദരനും ഒരേ കോളേജിൽ പഠിച്ചിരുന്നവരായിരുന്നു. രണ്ടു കൂട്ടരുടെയും സംസാരം വെച്ച് ന്യൂനുവിന്റെയും ആ പയ്യന്റെയും വിവാഹം ഏകദേശം ഉറപ്പിച്ച മട്ടാണ്. ജയേഷിന്റെ നടന്നില്ല. ദേ, അതിനേക്കാളും പ്രായം കുറഞ്ഞ കൊച്ചു പെൺകുട്ടിയുടെ വിവാഹം അവിടെ ഉറപ്പിച്ചിരിക്കുന്നു. ജയേഷ് ജിതേഷിന്റെ സഹോദരന്റെ കല്യാണ റിസപ്ഷന് വേണ്ടി പങ്കെടുക്കുവാനായും പോവുകയാണ്. ജയേഷിന്റെ കല്യാണ കാര്യം നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് എല്ലാവരും ജയേഷിനെ വല്ലാത്ത രീതിയിലാണ് നോക്കുന്നതും
അതെല്ലാം ജയേഷിന് മനസ്സിലാകുന്നുമുണ്ട്. ജയേഷിന് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ജിതേഷിനെ വിളിച്ച് വീടിന്റെ ബാക്കിൽ പോയിരുന്ന് രണ്ടുപേരും മദ്യപിക്കും. ഏകദേശം മദ്യപിച്ചങ്ങോട്ട് കഴിഞ്ഞതും ജയേഷ് പറയും, എന്റെ ചേച്ചി വിവാഹം കഴിഞ്ഞതിന് ശേഷം മകളെയും കുട്ടി ദേ ഇപ്പോൾ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അവളുടെ ഭർത്താവാണെങ്കിൽ ഗൾഫിലും. അത് കേട്ട് ജിതേഷ് പറയുന്നത്, സത്യമാടാ, വിവാഹം കഴിഞ്ഞ പെങ്ങന്മാർ വീട്ടിൽ വന്ന് നിൽക്കുന്നതേ ശരിയല്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിന്റെ കല്യാണം നടക്കാത്തത് എന്നും ജിതേഷ് പറയുന്നു. ജയേഷും അതുപോലെ തന്നെ ചേച്ചി കുറ്റം പറയുകയാണ്. എന്നാൽ പാവം ചേച്ചി ഇതൊന്നും അറിയാതെ ജയേഷിന് വേണ്ടിയിട്ട് പെണ്ണ് നോക്കുകയാണ്. റിസപ്ഷന് വന്നിട്ടും ചേച്ചിയാണെങ്കിൽ ഓരോരുത്തരുടെ അടുത്തും ജയേഷിന് വേണ്ടിയിട്ട് പെണ്ണ് ആലോചിക്കുകയാണ്. അങ്ങനെ അച്ഛനും അമ്മയും ചേച്ചിയും ചേർന്ന് ഒരു പെൺകുട്ടിയെ സെറ്റാക്കി. അവളെയാണെങ്കിൽ വീടിന് പുറകിൽ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഉടനെ തന്നെ ജിതേഷിനെ ഫോൺ വിളിച്ചിട്ട്, എടാ ജിതേഷേ, ജയേഷിനെ വിളിച്ച് എത്രയും വേഗം വീടിന്റെ പുറകിലേക്ക് വരണം. ഞങ്ങൾ അവന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു. അവളോടൊന്ന് പോയി സംസാരിക്കുവാനായിട്ടും ജയേഷിനോട് പറയണമെന്ന് ജിതേഷിനോട് പറഞ്ഞു. അങ്ങനെ ജിതേഷ് ജയേഷിനെയും കൂട്ടി ആ പെൺകുട്ടിയുടെ അടുത്തെത്തി. നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. അവളടുത്ത് ജയേഷ് സംസാരിക്കും. അവൾ പറയും, എന്റെ പേര് സിനിത, ഞാൻ MA സംസ്കൃതമാണ്. പിന്നെ എനിക്ക് ഹസ്തരേഖാ ശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും ഡിപ്ലോമയും ഉണ്ടെന്ന് പറയും. അത് കേൾക്കുന്നതും ജയേഷിന് ഒരുപാട് സന്തോഷമായി. എന്നിട്ട് അവൾ പറയും, ഞാൻ കൈ നോക്കി കാര്യം പറയട്ടെ എന്ന് ചോദിച്ച് ജയേഷിന്റെ കൈ നോക്കിയിട്ട് അവൾ പറയും, നിങ്ങൾക്ക് ഇന്ന് വരാൻ പോകുന്നത് വളരെ മോശപ്പെട്ട സമയമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് അപമാനങ്ങളും അവഹേളനങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരും. നിങ്ങൾ കാരണം ഒരുപാട് പ്രശ്നം വരെ ചിലപ്പോൾ ഉണ്ടായേക്കാം. നിങ്ങളുടെ ശത്രു ഉള്ളത് നിങ്ങളോടൊപ്പം തന്നെയാണ്. ആ ശത്രുവിനെ എടുത്ത് പുറത്ത് കളയാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാനാകില്ല. നിങ്ങൾ ഒരിക്കലും ഗതി പിടിക്കത്തുമില്ല എന്നും സിനിത പറയുന്നു. അത് കേട്ട് ജയേഷ് ചോദിക്കും, ശത്രുവോ? എന്നോടൊപ്പമുള്ള ആളോ? അതാരാ? എന്റെ കൂടെ ഇപ്പോൾ ഉണ്ടോ? എന്റെ കുടുംബക്കാർ വല്ലതുമാണോ എന്നും അവൻ ചോദിക്കുന്ന സമയത്ത് സിനിത പറയും, ജയേഷേട്ടാ, എന്തായാലും നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള വിവാഹം നടക്കത്തില്ല. നിങ്ങളുടെ വിവാഹം നടക്കാൻ പോകുന്നത് ഒരു അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ വെച്ചാണ്. ചിലപ്പോൾ അത് ഒരു പെണ്ണുമായിട്ടാകാം, ചിലപ്പോൾ അത് ഒരാണുമായിട്ടാകാം. ആരായാലും അവരുടെ പേരിന് 3 അക്ഷരം മാത്രമാണുള്ളതെന്നും സിനിത പറയുന്നു. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ജയേഷ്. അടുത്ത ദിവസം രാവിലെ തന്നെ സിനിത പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തോന്നിക്കും വിധമുള്ള ഒരു വാർത്തയാണ് ജയേഷ് കേട്ടത്. എന്തെന്നാൽ അന്ന് പെണ്ണ് കാണാൻ പോയ സമയത്ത് ജയേഷിന്റെ സഹോദരന്റെ മകളായ നൂനുമിന്റെയും പിന്നെ പെണ്ണ് കാണാൻ പോയ വീട്ടിലെ പെണ്ണിന്റെ സഹോദരനുമായിട്ടുള്ള വിവാഹം ഏകദേശം പറഞ്ഞുറപ്പിച്ചതുപോലെയായിരുന്നല്ലോ അന്ന്. ആ പെണ്ണിന്റെ വീട്ടുകാരാണെങ്കിൽ ജയേഷിന്റെ വീട്ടിലേക്ക് കല്യാണം ഉറപ്പിക്കുവാനായും എത്തിയിരിക്കുകയാണ്. അത് കണ്ട് ജയേഷിന് വല്ലാത്ത ദേഷ്യം. ജയേഷ് അവിടെ ആകെ പ്രശ്നമുണ്ടാക്കും. അപ്പോൾ ജയേഷിനോട് ചേച്ചി പറയുന്നത്, എടാ ജയേഷേ, അവർ നോക്കിയതല്ലേ ഉള്ളൂ. എന്തായാലും നിന്റെ കല്യാണം നടത്തിയിട്ട് മാത്രമേ നൂനുവിന്റെ കല്യാണം ഞങ്ങൾ നടത്തൂ. നീ ഒന്ന് സമാധാനപ്പെട് എന്ന് ചേച്ചി പറയും. എന്നിട്ട് ചേച്ചി പറയും, നിന്റെ ജാതകവും ആ പെൺകുട്ടിയുടെ ജാതകവും ആദ്യം നോക്കിയപ്പോൾ ചേർന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഗ്രഹനിലയൊക്കെ മാറിക്കാണും. അതുകൊണ്ട് അവർ ഒന്നുകൂടി നോക്കുവാനായി തീരുമാനിച്ചിരിക്കുകയാണ്. അത് റെഡിയാകുന്നെങ്കിൽ നിന്റെ കല്യാണം നടത്തിയിട്ട് നൂനുവിന്റെ കല്യാണം നടത്തുമെന്നും ചേച്ചി പറയുന്നു. അത് കേട്ട് ജയേഷിന് കുറച്ച് സമാധാനമായി. എന്നാൽ ആ സമാധാനം അധിക നേരം നീണ്ടു നിന്നില്ല. ജാതകം നോക്കിയിട്ട് പെൺകുട്ടിയുടെ ജാതകവും ജയേഷിന്റെ ജാതകവും ഒട്ടും ചേരുന്നതേയില്ല. അതോടുകൂടി ജയേഷ് കട്ടക്കലിപ്പിലായി. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ജയേഷ്. ഇനി എന്തായാലും ഞാൻ ഇവിടെ നിൽക്കത്തില്ല എന്ന് തീരുമാനിച്ച് സാധനങ്ങളെല്ലാം പിറക്കി ചെന്നൈയിലേക്ക് പോകുവാനായി ഇറങ്ങുകയാണ്. ജയേഷ് ആണെങ്കിൽ അച്ഛനോട് പറയും, നിങ്ങൾക്കറിയാമല്ലോ 38 വയസ്സിനകം എന്റെ കല്യാണം നടന്നില്ല എങ്കിൽ നിങ്ങൾ മരിച്ചു പോകുമെന്ന്. എന്നിട്ട് കൊച്ചുമോളുടെ കല്യാണം കാണാനാണല്ലേ നിങ്ങൾക്ക് അത്യാവശ്യം. എന്നോട് ഒട്ടും സ്നേഹമില്ലാത്ത കുടുംബക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അവൻ നേരെ ചെന്നൈയിലേക്കും പോയി. അതിനുശേഷം ചെന്നൈയാണ് കാണിക്കുന്നത്. ജയേഷ് ഒരിക്കൽ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുകയായിരുന്നു. ജയേഷ് ഒരു 8 വർഷമായിട്ട് പെണ്ണ് കാണാൻ തുടങ്ങിയില്ലേ. ഏകദേശം ഒരു 100-300 പെൺകുട്ടികളെങ്കിലും കണ്ടു കാണാം. സൂപ്പർ മാർക്കറ്റിൽ വെച്ച് മുൻപ് പെണ്ണ് കണ്ട പല്ലവിയെ കാണുകയാണ്. പല്ലവിയാണെങ്കിൽ MA ലിറ്ററേച്ചറിന് പഠിക്കുന്ന സമയമായിരുന്നു ഈ ജയേഷ് അവളെ പെണ്ണ് കാണുവാനായിട്ടും ചെന്നത്. എന്നാൽ പല്ലവിയെ റിജക്ട് ചെയ്യുവാനായിട്ടുള്ള കാരണം എന്തെന്നാൽ പല്ലവിക്ക് കല്യാണം കഴിഞ്ഞ് ജോലിക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞു. അതാണ് ജയേഷിന് ഇഷ്ടപ്പെടാത്തത്. എന്തുകൊണ്ടും ഏകദേശം ഓക്കെ ആയിട്ടുള്ള ഒരു വിവാഹമായിരുന്നു അത്. അതുപോലും ഈ ഒരു കാരണം കൊണ്ടാണ് ജയേഷ് വേണ്ടാന്ന് വെച്ചത്. പല്ലവിയെ വീണ്ടും കാണുന്ന ജയേഷിന് അവളെ ഓർമ്മയുണ്ട്. പല്ലവിയാണെങ്കിൽ ജയേഷിനോട് മിണ്ടുവാനായും വരും. ജയേഷ് വൈഫും കുട്ടികളും എവിടെയാന്ന് ചോദിക്കുമ്പോൾ ജയേഷ് പറയുന്നത്, ഞാൻ ഇതുവരെയും വിവാഹം കഴിച്ചില്ല എന്നായിരുന്നു. പല്ലവിയുടെ ഹസ്ബൻഡൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പല്ലവി പറയുന്നത്, ഞാനിപ്പോൾ ഡിവോഴ്സ് കഴിഞ്ഞതേയുള്ളൂ. സ്വസ്ഥം, സുഖകരം, സന്തോഷമായിട്ടുള്ള ജീവിതം നയിക്കുന്നുവെന്ന് പല്ലവി പറയുന്നു. എന്നിട്ട് ജയേഷിനോട് പറയും, ഞാനേ ഒരു മാട്രിമോണി നടത്തുകയാണ്. ജയേഷിന് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു കാർഡ് എടുത്ത് കൊടുക്കുന്നു. ഇതുവരെയും നിങ്ങളുടെ കാര്യം നോക്കിയിട്ടുള്ള മാട്രിമോണിക്കാരൊന്നും നന്നായിട്ട് നോക്കി കാണില്ല. അതുകൊണ്ടായിരിക്കും ഇത്രയും നല്ല ജയേഷിന് നല്ലൊരു പെൺകുട്ടിയെ സെറ്റ് ആകാത്തതെന്നും അവൾ പറഞ്ഞിട്ടാണ് കാർഡ് കൊടുക്കുന്നതും. എന്നിട്ട് പല്ലവി അവിടെ നിന്ന് പോകുന്നു. എന്തുണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പല്ലവി പോകുന്നത്.
നോക്കുന്നതും. എന്നാൽ ജയേഷിന് ആകെ ദേഷ്യം. സ്വന്തം കല്യാണം നല്ലോണം നോക്കാൻ പറ്റാത്തവളാണോ ഇനി എന്റെ കല്യാണം നോക്കുന്നത് എന്ന് ചിന്തിച്ച് ഉടനെ തന്നെ ആ ഒരു കാർഡ് ചുരുട്ടിക്കൂട്ടി കളഞ്ഞിട്ട് അവിടെ നിന്ന് ജയേഷ് ഇറങ്ങിപ്പോകും. അങ്ങനെ ഇരിക്കെ ജയേഷിന്റെ അമ്മയാണെങ്കിൽ അവന്റെ കൂട്ടുകാരനും അവനോടൊപ്പം ഒരു ഫ്ളാറ്റിൽ താമസിക്കുന്ന അനീഷിനെ ഫോൺ വിളിച്ചിട്ട് ജയേഷിന്റെ കല്യാണത്തിനെ പറ്റി പറയും. അവരിപ്പോൾ ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, അത് എങ്ങനെയെങ്കിലും ജയേഷിനെ അറിയിക്കണം. അവനാണെങ്കിലോ അവരെ എല്ലാത്തിൽ നിന്നും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർക്കൊരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്, ആ ഫാമിലി ഗ്രൂപ്പിൽ അനീഷിനെ ആഡ് ചെയ്യാം. അനീഷിന് അയച്ചു കൊടുക്കുന്ന ഫോട്ടോ അനീഷാണെങ്കിൽ ജയേഷിനെ കാണിക്കണം. ഇതാണ് അവരുടെ പ്ലാൻ. അങ്ങനെ ഗോപിക എന്നൊരു പെൺകുട്ടിയുടെ ഫോട്ടോ അവർ അയച്ചു കൊടുത്തു. അനീഷ് ഉടനെ തന്നെ അത് ജയേഷിനെ കാണിക്കും. പക്ഷേ ജയേഷിനാണെങ്കിൽ അനീഷിനോട് ദേഷ്യം വന്നു. നീ എന്തിനാ ഇപ്പോൾ എന്റെ കല്യാണത്തിനെ പറ്റി നോക്കുന്നത്? നിന്നോട് പറഞ്ഞോ എനിക്ക് കല്യാണമൊക്കെ നോക്കുവാനായിട്ട് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. ദേഷ്യപ്പെടുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. എന്തെന്നാൽ അനീഷിനെ കൂട്ടിയിട്ടാണ് മുൻപൊരിക്കൽ ജയേഷ് ഒരു പെണ്ണ് കാണുവാനായി പോയത്. ജയേഷിന് ആ പെൺകുട്ടിയെ ഇഷ്ടമായില്ല. പക്ഷെ അനീഷ് ആ പെൺകുട്ടിയെ സെറ്റാക്കി അവളെ വിവാഹവും കഴിച്ചു. ജയേഷ് ആ പെൺകുട്ടിയെ റിജക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം അവളുടെ പല്ല് കോന്ത്രം പല്ലാണ് എന്നൊരു കാരണമാണ്. പക്ഷെ അനീഷ് അവളെ കെട്ടിയിട്ട് അവളുടെ പല്ലും ഓപ്പറേഷൻ ചെയ്ത് റെഡിയാക്കി ദേ ഇപ്പോൾ അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അതുകൊണ്ടാണ് അനീഷിനോട് ചെറിയൊരു ദേഷ്യവും. എന്നാൽ ജയേഷ് ആണെങ്കിൽ സിനിത പറഞ്ഞ ഒരു കാര്യം ആലോചിക്കും. ജയേഷ് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ പേരിന് 3 അക്ഷരമാണുള്ളത് എന്നല്ലേ? ഗോപിക. ഗോപികയ്ക്ക് അപ്പോൾ 3 അക്ഷരം. സിനിത പറഞ്ഞത് ഈ പെൺകുട്ടിയാകുമോ എന്നും ജയേഷ് ചിന്തിക്കുന്നു. എന്നിട്ട് ജയേഷ് ഉടനെ തന്നെ അനീഷ് ഉറങ്ങിയ തക്കം നോക്കി അനീഷിന്റെ ഫോൺ ആണെങ്കിൽ എടുത്തിട്ട് അവരുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കും. ജയേഷിന് പെൺകുട്ടിയെ ഇഷ്ടമായി, പക്ഷേ അവളെ പെണ്ണ് കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും അവനോട് മാപ്പ് പറയണമെന്ന് ജയേഷ് തന്നെ ആ ഫോണിലോട്ട് അനീഷ് അയക്കുന്ന രീതിയിൽ മെസ്സേജ് അയക്കുന്നു. മാത്രമല്ല പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം നോക്കി മനസ്സിലാക്കുകയും ചെയ്യും. വീട്ടുകാർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ജയേഷിന്റെ വിവാഹം നടത്തണം എന്നൊരാഗ്രഹമല്ലേ ഉള്ളൂ. അങ്ങനെ വീട്ടുകാരെല്ലാവരും ജയേഷിനോട് മാപ്പ് പറഞ്ഞ് മെസ്സേജ് അയക്കുവാനായും തീരുമാനിച്ചു. ജയേഷ് അത് പ്രതീക്ഷിച്ച് എല്ലാവരെയും അൺബ്ലോക്കും ചെയ്തു. അപ്പോഴേക്കും എല്ലാവരുടെയും ക്ഷമ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് വന്നിരുന്നു. ജയേഷിന് മനസമാധാനവുമായി. അടുത്ത ദിവസം തന്നെ ഗോപികയെ പെണ്ണ് കാണുവാനായിട്ട് ജയേഷ് പോകും. ഗോപികയുടെ സംസാരത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും ജയേഷിന് അവളെ ഒരുപാട് ഇഷ്ടമായി. ജയേഷിന്റെ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ വിവാഹം അങ്ങനെ ഓക്കെ ആയി. വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്ന സമയം തന്നെ എല്ലാവരും പല രീതിയിലും ജയേഷിനെ ഉപദേശിക്കും. കൂട്ടുകാരൻ പറയുന്നത് സ്ത്രീകളുടെ ഇഷ്ടത്തിന് നമ്മളങ്ങനെ വിട്ടുകൊടുക്കരുത്, അവരുടെ ഒരു കടിഞ്ഞാൻ എപ്പോഴും നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണമെന്ന് ജിതേഷ് അവനെ ഉപദേശിച്ചു. ഭാര്യയെ വരച്ച വരയിൽ നിർത്തുന്ന സ്വഭാവക്കാരനാണല്ലോ ജിതേഷ്. ആ രീതിയിലുള്ള ഉപദേശങ്ങളാണ് ജയേഷിന് കൊടുത്തതും. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഗോപികയാണെങ്കിൽ ജയേഷിനെ ഫോൺ വിളിച്ചിട്ട് ചേട്ടാ, കോളേജിൽ നിന്നും എല്ലാവരും വയനാട്ടിലേക്ക് ടൂറ് പോവുകയാണ്, പെൺകുട്ടികൾ മാത്രമാണ് പോകുന്നത്, ഞാനും പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ജയേഷ് അതിന് സമ്മതിക്കുകയും ചെയ്തു. മാത്രമല്ല ജയേഷ് ആണെങ്കിൽ തന്റെ ചെന്നൈയിലുള്ള കമ്പനിയിലുള്ള എല്ലാവർക്കും ഫ്ളാറ്റിലുള്ളവർക്കും ഒരു വലിയ പാർട്ടി തന്നെ നടത്തും. ചെറുതൊന്നുമല്ല, വലിയ പാർട്ടിയായിരുന്നു അത്. പാർട്ടി എല്ലാം കഴിഞ്ഞ് ജയേഷ് ആണെങ്കിൽ നാട്ടിലേക്ക് എത്തി. അതേസമയം ഗോപികയുടെ ഒരു കോൾ വരും. ഗോപിക തനിക്ക് ജയേഷിനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ജയേഷ് ഗോപികയെ കാണുവാനായിട്ട് കോഫി ഷോപ്പിലേക്ക് എത്തി. അപ്പോൾ ഗോപികയാണെങ്കിൽ ജയേഷിനെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് അവനോട് പറഞ്ഞത്. ചേട്ടാ, എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് ഗോപിക പറയും. അത് കേട്ട് ജയേഷ് ചോദിക്കുന്നത്, അന്ന് പെണ്ണ് കാണാൻ വന്ന സമയത്ത് നിനക്കിതൊക്കെ എന്നോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ച് അവളെ വഴക്ക് പറയും. അപ്പോൾ ഗോപിക പറയുന്നത്, എനിക്ക് മറ്റൊരാളിനെ ഇഷ്ടമാണ്, ചേട്ടൻ എന്നോടൊന്നും തോന്നരുത് എന്ന് പറഞ്ഞിട്ട് ഗോപിക തന്റെ പാർട്ണറായ കൃഷ്ണയെ പരിചയപ്പെടുത്തും. അതെ, കൃഷ്ണ ഒരു പെണ്ണാണ്. ഗോപിക ഒരു ലെസ്ബിയൻ ആണെന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അവൾ പറയും, വയനാട്ടിലെ ട്രിപ്പ് പോയില്ലേ, അതിനുശേഷമാണ് ഞാൻ ആരാണെന്ന സത്യം എനിക്ക് മനസ്സിലായത്, ഞങ്ങൾക്ക് മനസ്സിലായത് എന്നാണ് ഗോപിക പറഞ്ഞത്. എന്നിട്ട് പറയും, ചേട്ടൻ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് എന്റെ വീട്ടുകാരോട് പറയണം, എനിക്കത് പറയാൻ പറ്റില്ല എന്നും ജയേഷിനോട് അവൾ പറഞ്ഞു. അങ്ങനെ ജയേഷിന്റെ ആകെയുള്ള പ്രതീക്ഷയും അവിടെ അവസാനിക്കുകയാണ്. ജയേഷ് നേരെ ഗോപികയുടെ വീട്ടിൽ വിളിച്ച് അവൻ ഇഷ്ടമല്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞു. അത് ജയേഷിന്റെ വീട്ടുകാരറിയിക്കുകയാണ്. വീട്ടിൽ ആകെ പ്രശ്നം. ജയേഷിനോട് ചേച്ചി പറയുന്നത്, നിനക്ക് ഒടുക്കത്തെ ഡിമാൻഡും നിന്റെ ഓരോ കണ്ടീഷനൊക്കെ കേൾക്കുന്ന സമയത്ത് ഞങ്ങൾക്കേ ദേഷ്യം വരും, നീ നിന്റെ മുഖം ശരിക്കൊന്ന് കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അവനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അതിനൊന്നും ജയേഷ് മറുപടി കൊടുക്കത്തില്ല. സത്യം എന്താണെന്ന് ജയേഷിന് അറിയാമല്ലോ, എന്നിട്ട് പോലും അത് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ജയേഷിന്. എന്നാൽ ചേച്ചിയുടെ മകളായ നൂനുവും അവന്റെ കൊച്ചച്ഛന്റെ മകനും കൂടി എന്തായിരിക്കും കാരണം ജയേഷ് ആ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ എന്ന് കണ്ടെത്തുവാനായും തീരുമാനിച്ചു. അവന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയും പിന്നെ അവന്റെ കൂട്ടുകാരന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയും നൂനുവും കൊച്ചച്ഛന്റെ മകനും കൂടി അന്വേഷിക്കും. രണ്ടാളുടെയും ഇൻസ്റ്റഗ്രാം പരിശോധിക്കുന്ന സമയത്ത് അവരൊരു വീഡിയോ കാണുന്നു. ചെന്നൈയിൽ വെച്ച് ജയേഷ് ആണെങ്കിൽ തന്റെ കൂട്ടുകാർക്ക് പാർട്ടി നടത്തിയില്ലേ, ആ പാർട്ടിയുടെ വീഡിയോ ആണ് കണ്ടത്. അതിൽ ജയേഷ് ആണെങ്കിൽ ആണുങ്ങൾക്കൊക്കെ ഉമ്മ കൊടുക്കുന്നതായിട്ട് അവരതി കാണുന്നു.
അത് കണ്ട കൊച്ചച്ഛന്റെ മകൻ പറയുന്നത് കാര്യം മനസ്സിലായി. എന്തെന്നാൽ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത് ചേട്ടനൊരു ഗേ ആയതുകൊണ്ടാണെന്നും കൊച്ചച്ഛന്റെ മകൻ പറയുന്നു. എന്തെന്നാൽ അതിൽ ഉമ്മ കൊടുക്കുന്നതെല്ലാം ആണുങ്ങൾക്കല്ലായിരുന്നു. ജയേഷ് ഗേ ആണെന്ന് കേട്ടതും വീട്ടുകാരെല്ലാവരും ഞെട്ടി. എന്നാൽ അതൊന്നും അറിയാതെ ജയേഷ് ആണെങ്കിൽ മാട്രിമോണിയിൽ വിളിച്ചിട്ട് ബേബിയോട് തനിക്ക് മറ്റൊരാലോചന റെഡിയാക്കണമെന്നും വിവാഹം നിശ്ചയിച്ച ആ 20-ാം തീയതി തന്നെ തനിക്ക് മറ്റൊരു വിവാഹം കഴിക്കണമെന്നും ജയേഷ് ആവശ്യപ്പെടുന്നു. പക്ഷേ ജയേഷിന്റെ ഡിമാൻഡ് ഒരു 25-നും 30-നും ഇടയ്ക്കുള്ള പെൺകുട്ടികളെ വേണമെന്നാണ്. പക്ഷെ ഇനി അത് എവിടെ നിന്ന് കിട്ടാനാ? ഒരു 30-35 ആണെങ്കിൽ നോക്കാമെന്ന് ബേബി പറയുമ്പോൾ ബേബി ഒരുപാട് വഴക്ക് പറയുകയാണ് ജയേഷ്. എന്നാൽ മറ്റൊരു വശത്ത് ജയേഷിന്റെ അമ്മയാണെങ്കിൽ കൂട്ടുകാരനായ അനീഷിനെ ഫോൺ വിളിച്ചിട്ട് ജയേഷ് ഒരു ഗേ ആണെന്ന കാര്യം അവർ കണ്ടെത്തിയ കാര്യം തുറന്നു പറയുന്നു. അത് കേൾക്കുന്ന അനീഷും അന്ന് പാർട്ടിയിൽ വെച്ചുണ്ടായ സംഭവം എല്ലാം ചിന്തിക്കും. അനീഷ് ഉടനെ തന്നെ ജയേഷിനെ കണ്ടിട്ട് നീ സത്യത്തിൽ ഒരു ഗേ ആണല്ലേ? എനിക്കും അത് സത്യമാണെന്നാ തോന്നുന്നത്. നീ പാർട്ടി നടക്കുന്ന സമയത്ത് ഒരുപാട് ആണുങ്ങളെ ഉമ്മ വെച്ചില്ലേ? അവിടെ എത്രയോ സ്ത്രീകൾ ഉണ്ടായിരുന്നു, അവരെ ആരെയും നീ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ജയേഷ് പറയുന്നത് അത് കള്ളിന്റെ പുറത്ത് പറ്റിപ്പോയതാടാ. എന്നാൽ അത് കേട്ട് അനീഷ് പറയുന്നത് എന്നാൽ ശരി, നീ ഇന്ന് വരെയും ഒരു പെൺകുട്ടികളെ പോലും മോശമായി നോക്കുന്നതോ അല്ലെങ്കിൽ വല്ല ബെറ്റുപടം കാണുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നീ ഗേ അല്ലേ? നീ ഗേ ആണ്, ആ സത്യം നീ മനസ്സിലാക്കണമെന്നും അനീഷ് പറയുന്നു. അനീഷ് പറയുന്നത് കേട്ട് ജയേഷിന് താനൊരു ഗേ ആണോ എന്ന സംശയമുണ്ടായി. ഉടനെ തന്നെ ജയേഷ് ആണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അപ്പോൾ അവർ പറയുന്ന ലക്ഷണങ്ങളെല്ലാം ജയേഷിനുണ്ട്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ജയേഷ് ഉത്തരം നൽകി. അതിൽ നിന്നും ജയേഷ് ഗേ ആണെന്ന് കൺഫേം ആവുകയും ചെയ്തു. അപ്പോൾ ജയേഷ് ചിന്തിക്കും, താനൊരു ഗേ ആണോ? മാത്രമല്ല അന്ന് സിനിത പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, ജയേഷിന്റെ വിവാഹം നടക്കാൻ പോകുന്നത് ഒരു അപ്രതീക്ഷിത സാഹചര്യത്തിലായിരിക്കാം. ചിലപ്പോൾ വിവാഹം കഴിക്കുന്നത് ഒന്നുകിൽ പെണ്ണിനെയാകാം അല്ലെങ്കിൽ ആണിനെ ആയിരിക്കാം എന്ന് സിനിത പറഞ്ഞ കാര്യമെല്ലാം ജയേഷ് ഓർക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഓഫീസിലിരിക്കുന്ന ജയേഷിനെയാണ്. ജയേഷിന്റെ അടുത്തേക്ക് കമ്പനിയുടെ ഹെഡായ ബാബു വരും. എന്നിട്ട് ബാബു ആണെങ്കിൽ ജയേഷിനെ തന്റെ ക്യാബിനിലേക്ക് വിളിക്കും. ജയേഷും ബാബുവിന്റെ പിറകെ പോകുന്നു. ജയേഷ് അകത്ത് കയറിയതും ഡോർ അങ്ങ് ക്ലോസ് ചെയ്യും. എന്നിട്ട് ബാബു പറയും, നീ അന്നൊരു പൂക്കളുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് വന്നില്ലേ? അന്ന് എന്ത് നല്ലതായിരുന്നു. അന്നേ ഞാൻ തീരുമാനിച്ചതാ, ഈ നായരിക്കുട്ടിയെ ഞാൻ മറ്റൊരു പെണ്ണിനും വിട്ടുകൊടുക്കില്ല എന്ന്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ബാബു ആണെങ്കിൽ ജയേഷിനെ എടുത്ത് ടേബിളിന് മുകളിലിരുത്തി. അപ്പോൾ ജയേഷ് ആണെങ്കിൽ ബാബു ഏട്ടാ എന്നെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. എന്നാൽ അത് യഥാർത്ഥത്തിൽ ജയേഷിന്റെ സ്വപ്നമായിരുന്നു. ജയേഷ് സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ്. അന്നേ ദിവസം ജയേഷ് എന്നത്തെയും പോലെ ഓഫീസിലെത്തി. ബാബുവും അവിടെ എത്തുകയാണ്. ബാബു ആണെങ്കിൽ ജയേഷിനെ ക്യാബിനിലേക്ക് വിളിക്കും. ജയേഷ് അപ്പോൾ രാവിലെ കണ്ട സ്വപ്നത്തെ കുറിച്ച് ചിന്തിക്കും. ക്യാബിനിലെത്തിയ ഉടനെ തന്നെ ബാബു ആണെങ്കിൽ ഡോർ അങ്ങ് ക്ലോസ് ചെയ്യുന്നു. അപ്പോഴും ജയേഷ് സ്വപ്നത്തിൽ കണ്ടത് ഫലിക്കാൻ പോകുന്നു എന്നൊക്കെ ചിന്തിക്കും. അത് കാണുന്ന ജയേഷ് പറയും, ബാബു ഏട്ടാ എന്നെ നിങ്ങളൊരു സുഹൃത്തിനെ പോലെ കാണണം. അത് കേട്ട ബാബു പറയുന്നത്, എനിക്കങ്ങനെ കാണാൻ പറ്റില്ലടാ, ഞാൻ നിന്നെ എന്റെ അനിയനെ പോലെയാ കാണുന്നത്. ദേ ഇത് നോക്കിയേ, നിന്റെ പ്രശ്നത്തിനെല്ലാം പരിഹാരം ഇവരടുത്ത് പോയാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് എടുത്ത് കൊടുക്കുന്നു. അതൊരു മാട്രിമോണിക്കാരുടെ കാർഡായിരുന്നു. കാർഡ് വാങ്ങി നോക്കുന്ന സമയത്ത് അത് പല്ലവിയുടെ കാർഡാണ്. ഇവരെ ജാതക പൊരുത്തമോ അങ്ങനെയൊന്നും നോക്കത്തില്ല, രണ്ടുപേർ തമ്മിലുള്ള മനപ്പൊരുത്തമാണ് ഇവർ നോക്കുന്നത്. നീ അവിടേക്ക് ചെല്ല്, നിന്റെ പ്രശ്നത്തിനെല്ലാം പരിഹാരം കാണുമെന്നും ബാബു പറയുന്നു. ജയേഷ് ഗേ ആണോ അല്ലയോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ജയേഷിന്റെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്നും ദേ ഇപ്പോൾ അവന്റെ ഫ്ളാറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ആകെ അച്ഛനും അമ്മയും പരിശോധിക്കും. പരിശോധനയിൽ നിന്നും ജയേഷ് ഗേ ആണെന്ന് തെളിയിക്കുന്നതിനുള്ള യാതൊരുവിധ തെളിവും അവർക്ക് കിട്ടിയതേയില്ല. അച്ഛന്റെയും അമ്മയുടെയും ഈ കാട്ടിക്കൂട്ടലൊക്കെ കണ്ട് സഹിക്കാനാകാതെ ജയേഷ് ആണെങ്കിൽ ടെറസിൽ പോയി സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഫ്ളാറ്റിൽ തന്നെ താമസിക്കുന്ന ഹിന്ദിക്കാരിയായ ഒരു പെണ്ണുണ്ട്, പായൽ. അവൾ ജയേഷിനടുത്തേക്ക് വരും. എന്നിട്ട് ജയേഷിനോട് സംസാരിക്കുന്നു. ഹിന്ദിയിലാണ് സംസാരിക്കുന്നതും. അച്ഛനും അമ്മയും വന്നിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ അവർ വന്നതുകൊണ്ടാ ഞാൻ ദേ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ജയേഷ് പറയും. എന്നിട്ട് അവൻ മനസ്സ് തുറന്ന് പായലിനോട് സംസാരിക്കുന്നു. ജയേഷ് പറയും, അച്ഛനും അമ്മയ്ക്കും സംശയം ഞാൻ ഗേ ആണെന്നാ. അത് കേട്ട് പായൽ ചോദിക്കുന്നത്, ഗേയോ എന്ന് പറഞ്ഞിട്ട് അവൾ ഒരുപാട് ചിരിക്കും. ഗേ ആണെന്ന് തോന്നും വിധം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അതോ 38 വയസ്സായിട്ടും കല്യാണം നടക്കാത്തത് കൊണ്ടാണോ ഗേ ആണെന്ന് പറയുന്നത് എന്നൊക്കെ പായൽ ചോദിക്കുന്നു. പക്ഷെ അതിനൊക്കെ ജയേഷ് എന്ത് മറുപടി പറയാനാ? എന്നാൽ ഈ പായലാണെങ്കിൽ ജയേഷ് പ്രതീക്ഷിക്കാതെ തന്നെ അവനെ കിസ് ചെയ്യുന്നു. കിസ് ചെയ്തത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തല്ലേ. ജയേഷ് ഞെട്ടിപ്പോയി. അവൻ അവിടെ നിന്നും ഉടനെ തന്നെ തന്റെ റൂമിലേക്ക് എത്തി. അപ്പോഴാണ് ജയേഷ് ഒരു സത്യം മനസ്സിലാക്കുന്നത്. അവൻ ഗേ ഒന്നുമല്ല, അവൻ സ്ട്രെയിറ്റ് ആണെന്ന്. ജയേഷിന് ഫീലിങ്സ് വന്നിരിക്കുന്നു.
ആ കാര്യം റൂമിലുണ്ടായിരുന്ന അച്ഛനെ കണ്ട് മനസ്സിലാക്കുകയാണ്. അച്ഛനും ഒരുപാട് സന്തോഷമായി. അച്ഛൻ ഉടനെ തന്നെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് നമ്മുടെ ജയേഷെ ഗേ ഒന്നുമല്ല, അവൻ സ്ട്രെയിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ബഹളമുണ്ടാക്കും. അങ്ങനെ അച്ഛനും അമ്മയും നേരെ നാട്ടിലേക്കും പോകുന്നു. ജയേഷിന്റെ കൂട്ടുകാരാണെങ്കിൽ മറ്റൊരു ചർച്ചയിലാണ്. പായൽ അങ്ങനെ കിസ് ചെയ്തത് കൊണ്ടല്ലേ ജയേഷ് താനൊരു ഗേ അല്ല സ്ട്രെയിറ്റ് ആണെന്ന കാര്യം മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ പായലിനെ തന്നെ വിവാഹം കഴിക്കണമെന്ന കാര്യം അവിടെ ചർച്ച ചെയ്യുന്നു. പായലുമായിട്ടുള്ള കല്യാണ കാര്യമാണെങ്കിൽ അവർ ചർച്ച ചെയ്തത് പായൽ അറിയുകയാണ്. പായൽ ഉടനെ തന്നെ ജയേഷിനടുത്തെത്തിയിട്ട് പറയും, ഇന്നലെ രാത്രി അങ്ങനെ സംഭവിച്ചു പോയത് എനിക്ക് എന്തോ അറിയത്തില്ല, അങ്ങനെ പറ്റിപ്പോയതാ, എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകത്തില്ല. എന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ട് കാണണമെന്ന് പായൽ പറയുന്നു. അതോടുകൂടി ജയേഷിന്റെ ആ ഒരു മോഹവും അവിടെ അസ്തമിക്കുകയാണ്. അച്ഛനും അമ്മയും നാട്ടിലെത്തിയ ഉടനെ തന്നെ ജയേഷിനൊരു കോള് വരുന്നു. എന്തെന്നാൽ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കുന്നു. ഇവിടെ നിന്ന് നല്ലോണം പോയ അച്ഛന് ദേ ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ജയേഷ് നാട്ടിലേക്ക് എത്തി. അവിടെയുള്ള എല്ലാവരും ജയേഷിനെ വല്ലാതെയാണ് നോക്കിക്കാണുന്നത്. കാരണം ജയേഷിന്റെ ജാതക പ്രകാരം 38 വയസ്സിനുള്ളിൽ വിവാഹം നടന്നില്ല എന്നുണ്ടെങ്കിൽ ജയേഷിന്റെ അച്ഛൻ മരിച്ചു പോകുമെന്നല്ലേ. ജയേഷിന്റെ ജാതക പ്രശ്നം കാരണമാണ് അച്ഛൻ ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് എല്ലാവരും കരുതുന്നത്. അതിന്റെ ഒരു കുറ്റപ്പെടുത്തലും നോട്ടവുമെല്ലാം ജയേഷ് സഹിക്കേണ്ടി വന്നു. അച്ഛന്റെ അവസ്ഥ കണ്ട ജയേഷ് ആണെങ്കിൽ എത്രയും വേഗം വിവാഹം കഴിക്കുവാനായും തീരുമാനിക്കുന്നു. അങ്ങനെ അവർ പല്ലവിയെ തന്നെ കോണ്ടാക്ട് ചെയ്യുകയാണ്. പല്ലവിയും ജയേഷിന്റെ കൂട്ടുകാരനായ ജിതേഷും പല്ലവി പറഞ്ഞ പെൺകുട്ടികളുടെ ഒക്കെ വീട്ടിൽ പോകുന്നു. എന്നാൽ ജയേഷിനാണെങ്കിൽ പെൺകുട്ടിക്ക് നിറം കുറവായതിനാൽ അവരെ ആരെയും ഇഷ്ടമാകത്തില്ല. അതറിയുന്ന അച്ഛനാണെങ്കിൽ അവനെ കണ്ണാടിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നീ നിന്റെ മുഖമൊന്ന് നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവനെ ഒരുപാട് ബോഡി ഷെയിം ചെയ്യുന്നത് പോലെയാണ് സംസാരിക്കുന്നതും. അതവൻ ഒരുപാട് വിഷമമായി. പിന്നീട് ആരെയൊക്കെ പല്ലവി കൊണ്ടുവന്ന് കാണിച്ചാലും അവരെയെല്ലാം ജയേഷ് ഇഷ്ടമായി എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും. ഇവൻ എന്തോ പ്രശ്നമുണ്ടെന്ന് ജിതേഷിന് മനസ്സിലായി. ജിതേഷ് ഉടനെ തന്നെ പല്ലവിയോട് പറയും, നീ ഞങ്ങളുടെ ചെക്കനെ നാണം കെടുത്തുകയാണോ? ഓരോ പെൺകുട്ടികളെയും കൊണ്ടുവന്ന് കാണിച്ചിട്ട് നീ അവനെ നാണം കെടുത്തുകയാണോ എന്നൊക്കെ പറഞ്ഞ് ജിതേഷ് അവളെ വഴക്ക് പറയും. പല്ലവിയാണെങ്കിൽ ജയേഷിനോട് സംസാരിക്കും. ജയേഷെ, വിവാഹമെന്ന് പറയുന്നത് മനസ്സുകൾ തമ്മിൽ ഉണ്ടാകേണ്ട പൊരുത്തം, അതാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് കല്യാണത്തിന്റെ മഹത്വത്തെ പറ്റി പല്ലവി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ജയേഷും അത് കേട്ട് മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ജയേഷിനാണെങ്കിൽ ഒരു വിവാഹം സെറ്റാവുന്നു. എന്തെന്നാൽ ആ ബ്രോക്കർ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ജയേഷിനെ മറ്റൊരു പെണ്ണിനെ കാണിക്കുവാനായി കൊണ്ടുപോയി. എന്നാൽ ഇപ്പോൾ പ്രശാന്ത് ആണെങ്കിൽ അച്ഛന്റെ ചിതാഭസ്മം ഒഴുക്കുവാനായി പോയപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാരെ വീണ്ടും കണ്ടിരുന്നു. അങ്ങനെ പ്രശാന്താണ് ആ ഒരു വിവാഹം ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു വിവാഹം വിചാരിച്ചതുപോലെ നല്ല മംഗളകരമായിട്ട് നടന്നു. എന്നാൽ താലി കെട്ടി പെണ്ണങ്ങോട്ട് ഇറങ്ങിയതും വീഡിയോഗ്രാഫറിനൊപ്പം പെണ്ണങ്ങ് ഒളിച്ചോടിപ്പോയി. അവരെ ചേസ് ചെയ്ത് പിടിക്കുവാനായിട്ട് ജിതേഷും ജയേഷും ശ്രമിക്കും. പോകുന്ന വഴിയിലെല്ലാം പെണ്ണും ചെറുക്കന് നല്ല സ്പീഡിന് ബൈക്കിൽ പോവുകയാണ്. അവർക്ക് പിടിക്കുവാനേ പറ്റുന്നില്ല. എന്നാൽ മറ്റൊരു വശത്ത് കല്യാണ ഓഡിറ്റോറിയത്തിലാണെങ്കിൽ മുട്ടനടി നടക്കും. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയമെല്ലാം സിനിത പറഞ്ഞ കാര്യങ്ങളെല്ലാം ജയേഷിന് ഓർമ്മ വരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ജയേഷിന്റെ വിവാഹം. ആ ഒരു വിവാഹത്തില് ജയേഷ് ഒരുപാട് നാണം കെട്ടി നിൽക്കുന്ന സമയമായിരിക്കാം എന്നൊക്കെയുള്ള കാര്യം സിനിത പറഞ്ഞിട്ടുണ്ടല്ലോ. അതെല്ലാം ഓർത്ത് ജയേഷ് ആണെങ്കിൽ ഉടനെ തന്നെ ജിതേഷിനെയും കൂട്ടിയിട്ട് സിനിതയുടെ വീട്ടിലേക്ക് പോയി. സിനിതയോട്, നീ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു, ഇതുവരെയും നീ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ സിനിതയാണെങ്കിൽ വീണ്ടും ജയേഷിന്റെ കൈ നോക്കിയിട്ട്, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാ. ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സമയത്താണ് നിങ്ങൾക്ക് വിവാഹം നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ ശത്രു നിങ്ങളുടെ കൂടെയുള്ള ആളാണ്. നിങ്ങൾ അയാളെ ചവിട്ടി പുറത്തു കളഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്നും സിനിത പറയുന്നു. എന്നിട്ട് സിനിത പറയും, അന്ന് എനിക്ക് ജയേഷേട്ടനോട് ഒരു ഫീലിങ്സും തോന്നിയില്ല, പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു, വാ നമുക്ക് കല്യാണം കഴിക്കാം എന്ന് സിനിത പറയുന്നു. അതേസമയം തന്നെ സിനിതയുടെ അച്ഛനും സഹോദരനും വന്ന് അവളെ അവിടെ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നത് മറ്റെങ്ങോട്ടുമല്ല, മെന്റൽ ഹോസ്പിറ്റലിലേക്കാ. അതെ, സിനിത ഒരു മെന്റൽ പേഷ്യന്റ് ആണ്. സിനിത പറഞ്ഞതെല്ലാം അവന്റെ മനസ്സിലുണ്ട്. തിരികെ പോകുന്ന സമയത്ത് ജിതേഷിനോട് പറയും, അവൾ പറഞ്ഞതെല്ലാം കുറെ കാര്യങ്ങൾ സത്യമാടാ. അവൾ പറഞ്ഞത് എന്റെ ശത്രു എന്നോടൊപ്പം ഉണ്ടെന്ന, അതെന്റെ മനസ്സല്ലേ, എന്റെ ഒരു ചിന്തകളല്ലേ, അപ്പോൾ ഞാനല്ലേ എന്റെ ഏറ്റവും വലിയ ശത്രു എന്നൊക്കെ പറയുന്നത് കേട്ട് ജിതേഷ് പറയുന്നത്, അന്നേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പെണ്ണുങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കരുതെന്ന്. നമ്മൾ ആണുങ്ങൾ പെണ്ണുങ്ങൾ പറയുന്നത് കേൾക്കാൻ കൊള്ളാവോ എന്നൊക്കെയുള്ള രീതിയിൽ ജിതേഷ് സംസാരിക്കും. ജിതേഷിന്റെ സംസാരം കേൾക്കുന്ന സമയത്ത് അവനൊരു കാര്യം ഓർമ്മ വരുന്നു. സിനിത പറഞ്ഞത് നിങ്ങളുടെ ശത്രു നിങ്ങളോടൊപ്പമുള്ള ആളാണെന്ന്, അയാളെ ചവിട്ടി പുറത്താക്കിയാലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന്.
അപ്പോൾ ജയേഷ് വിചാരിക്കും ഈ ജിതേഷാണ് അവന്റെ ശത്രുവെന്ന്. ഉടനെ തന്നെ വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് ജിതേഷിനെ വണ്ടിയിൽ നിന്നും ഇറക്കിയ ജയേഷ് പറയും, പണ്ടേ നിന്റെ വാക്ക് കേട്ട് ഞാൻ ഒരു പെൺകുട്ടികളോട് മിണ്ടാതായത് കൊണ്ടാണ് എനിക്ക് ഇതുവരെയും പെണ്ണ് സെറ്റാകാതായത്. നീയാ അതിനെല്ലാം കാരണമെന്ന് പറഞ്ഞിട്ടാണ് ജയേഷ് അവിടെ നിന്ന് പോകുന്നതും. അടുത്ത ദിവസം തന്നെ ജയേഷിനെ കാണുവാനായിട്ട് ഗോപിക എത്തുകയാണ്. എന്നിട്ട് ഗോപിക പറയും, കൃഷ്ണയുമായിട്ട് ജീവിതം ആരംഭിച്ചതിന് ശേഷമാണ് എനിക്ക് ആ ഒരു സത്യം മനസ്സിലായത്. ഞാൻ ലെസ്ബിയൻ അല്ല, എന്നെ സ്വീകരിക്കണം, എന്നോട് ക്ഷമിക്കണം എന്നെല്ലാം ഗോപിക പറയുന്നു. എന്നാൽ അതിനൊന്നും മറുപടി കൊടുക്കാതെ എന്തോ കേട്ട് ഞെട്ടിയതുപോലെയാണ് ജയേഷ് അവിടെ നിന്നും പോകുന്നതും. എന്നാൽ വീണ്ടും ജയേഷിന് അടുത്തൊരു സർപ്രൈസും കൂടെ ഉണ്ടാവുകയാണ്. ജയേഷ് കല്യാണം കഴിച്ച പെൺകുട്ടിയില്ലേ, ഫോട്ടോഗ്രാഫർക്കൊപ്പം ഒളിച്ചോടിപ്പോയ ആ പെൺകുട്ടിയും തിരികെ വന്നിരിക്കുന്നു. അവൾ പറയുന്നത്, വിവാഹ ദിവസം തന്നെ ഒരുത്തൻ എന്നോട് വന്ന് പറഞ്ഞു ജയേട്ടൻ ഗേ ആണെന്ന്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ബെസ്റ്റി ആയിട്ടുള്ള ഈ വീഡിയോഗ്രാഫർക്കൊപ്പം ഒളിച്ചോടി പോയത്. എനിക്കിപ്പോഴാ സത്യം മനസ്സിലായത്. ചേട്ടൻ എന്നെ സ്വീകരിക്കണമെന്നും അവളും പറയുന്നു. അതേസമയം തന്നെ ജയേഷ് ആണെങ്കിൽ കൂട്ടുകാരന്റെ നിർബന്ധത്തിന് വഴങ്ങി മെറിൻ എന്ന പെൺകുട്ടിയെയും അവളുടെ കൂട്ടുകാരെയും ഫ്ളാറ്റിൽ താമസിപ്പിച്ചിരുന്നു. മെറിനെയാണെങ്കിൽ ഈ ജയേഷിനെ കുറിച്ച് ഇഷ്ടമാണ്. പക്ഷേ അവന്റെ പ്രായത്തിനേക്കാൾ ഇളയതായതുകൊണ്ട് അവളെ അവൻ പ്രപ്പോസ് ചെയ്യാതെ വിട്ടതും. മെറിൻ വിളിച്ചിട്ട് പറയുന്നത് തന്റെ മനസ്സമ്മതമായി, പക്ഷെ അതിന് തനിക്ക് താല്പര്യമില്ല, മറ്റൊരാളെ തനിക്ക് ഇഷ്ടമാണ് എന്നായിരുന്നു അവൾ പറഞ്ഞത്. തന്നേക്കാൾ പ്രായത്തിന് മൂത്തതാണ് എന്നാണ് അവൾ പറഞ്ഞതും. അത് കേട്ട് ജയേഷിന് ഷോക്കായി പോവുകയാണ്. കാരണം ഏജ് ഗ്യാപ്പ് കാരണമാണല്ലോ അവൻ പ്രപ്പോസ് ചെയ്യാതിരുന്നത്. എന്നാൽ ഇപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളതും കുറച്ച് പ്രായത്തിൽ കൂടിയ ആളിനെയും. അവളുടെ മനസ്സമ്മതമായി വരണമെന്ന് വിളിച്ചിട്ടാണ് അവൾ കോള് കട്ട് ചെയ്യുന്നതും. ജയേഷ് ആണെങ്കിൽ പൊട്ടിക്കരയും. അങ്ങനെ മെറിന്റെ മനസ്സമ്മതത്തിന് പങ്കെടുക്കുവാനായിട്ട് ജയേഷ് പോകുന്നു. ഒട്ടും താല്പര്യമില്ലാത്തതുപോലെയാണ് മെറിൻ നിൽക്കുന്നതും. ഈ പയ്യനെ നിനക്ക് ഇഷ്ടമാണോ എന്ന് പള്ളിയിലച്ഛൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് തന്നെ മെറിൻ പറയും. അവിടേക്ക് ജയേഷ് നടന്നു വരികയാണ്. എല്ലാവരും കരുതുന്നത് ജയേഷിനെ ആയിരിക്കും അവൾ ഇഷ്ടമാണെന്ന് പറയാൻ പോകുന്നതെന്നായിരുന്നു. പക്ഷേ അല്ല, അവിടെയാണ് ഒരു ട്വിസ്റ്റ്. അവളുടെ കാമുകനായി അവിടെ വന്നത് നമ്മുടെ ജയേഷിന്റെ ബോസായിട്ടുള്ള ബാബു ആയിരുന്നു. രണ്ടുപേരും അവിടെ വെച്ച് വിവാഹം കഴിക്കുകയാണ്. ജയേഷ് ഞെട്ടിപ്പോകുന്നു. ജയേഷിന് ഒരു അടി കിട്ടിയതുപോലെ ആയിരുന്നു അത്. മെറിന്റെയും ബാബുവിന്റെയും വിവാഹ ചടങ്ങിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നിൽക്കുന്ന ജയേഷിനാണെങ്കിൽ തന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനാകുന്നില്ല. താൻ വീണു പോകുന്ന അവസ്ഥയായിരുന്നു. അത്രയ്ക്ക് സങ്കടമുണ്ടവന്. അതേസമയം തന്നെ അവിടേക്ക് ആയിഷ വരും. ആയിഷയെ കണ്ടതും വീണ്ടും നമ്മുടെ ജയേഷിന് എന്തൊക്കെയോ മനസ്സിൽ ഒരു ബട്ടർഫ്ലൈ പറക്കുന്നൊരവസ്ഥയുണ്ടാകുന്നു. ഉടനെ തന്നെ ആയിഷ ജയേഷിന്റെ അടുത്തേക്ക് വന്നിട്ട്, ജയേഷ് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കും. ജയേഷ് പറയുന്നത്, ആയിഷയല്ലേ? ആയിഷയല്ലട കുട്ടാ, ധാത്രിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ജയേഷിന്റെ കണ്ണിനിട്ടൊരു ഇടി അങ്ങ് കൊടുക്കുന്നു. ധാത്രിക്കുട്ടി ആരെന്നാൽ സിനിമയുടെ തുടക്കത്തിൽ ഒരു നോവലിനെ എതിരായിട്ട് ജയേഷ് സംസാരിച്ചല്ലോ, അതിന്റെ എഴുത്തുകാരിയായ ധാത്രിക്കുട്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഇടി കൊണ്ട് കിളി പറന്ന അവസ്ഥയാണ് ജയേഷിന്. അതേസമയം തന്നെ ജയേഷിനടുത്തേക്ക് നമ്മുടെ പല്ലവി വരും. പല്ലവി എന്നിട്ട് ജയേഷിനോട് ചോദിക്കുന്നത്, എന്താ ജയേഷ് നിന്റെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നത്? നിനക്ക് എന്തൊക്കെയാ പ്രശ്നങ്ങൾ എന്നൊക്കെ പല്ലവി സംസാരിക്കുന്നു. എന്നിട്ട് പല്ലവി മെറിനെയും ബാബുവിനെയും ചൂണ്ടിക്കാണിച്ചിട്ട് ജയേഷിനോട് പറയും, നീതേ അവരെ നോക്കിയേ, അവർ തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്. ഹൈറ്റിൽ വ്യത്യാസങ്ങളുണ്ട്, ജാതിയിൽ വ്യത്യാസമുണ്ട്, അവരുടെ ഏജിൽ വ്യത്യാസമുണ്ട്, എന്തെല്ലാം കാര്യത്തിൽ അവർ തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവരുടെ മനപ്പൊരുത്തമാണ് അവിടെ ഏറ്റവും വലുത്. അവരൊന്നാകുവാൻ കാരണം അതാണ്. അത് കേട്ട് ജയേഷ് ചോദിക്കുന്നത്, അപ്പോൾ ഈ മനപ്പൊരുത്തം ഉണ്ടാകുവാൻ എന്താ ചെയ്യേണ്ടത്? പല്ലവി പറയും, മനപ്പൊരുത്തം ഉണ്ടാകണമെങ്കിൽ നമുക്ക് അടുപ്പമുള്ള ആളുമായിട്ട് സംസാരിക്കണം. സംസാരിച്ചാൽ മാത്രമേ അവരെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടും അറിയുവാൻ പറ്റൂ എന്നും പറയുന്നു. അത് കേട്ട് ജയേഷ് ആണെങ്കിൽ പല്ലവിയോട് ചോദിക്കും, എങ്കിൽ നമുക്ക് സംസാരിച്ചാലോ, നമുക്കൊന്ന് കോഫി കുടിച്ചിട്ട് സംസാരിച്ചാലോ എന്ന് ചോദിക്കും. പല്ലവി ചോദിക്കും, എന്താ ഉദ്ദേശം? ഒരു ദുരുദ്ദേശവും ഇല്ല എന്ന് ജയേഷും പറയുന്നു. പല്ലവി പറയും, എനിക്ക് കോഫി അത്ര ഇഷ്ടമല്ല, ചായയുടെ ആളാണ് ഞാൻ. ചായ എങ്കിൽ ചായ എന്ന് പറഞ്ഞ് പല്ലവിയും കൂട്ടി ചായ കുടിക്കുവാൻ പോകുന്ന ജയേഷിനെയും കാണിച്ച് അവർ രണ്ടും ഒന്നാകുവാൻ പോകുന്നു എന്ന സൂചനയും നൽകിക്കൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.